എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യൽ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു. നമ്മൾ ഞായറാഴ്ചയാണ് അല്ലെ, എന്തോ ജീവിതത്തിൽ എന്താ പറയാ, എങ്ങനെ പറയാന്നറിയില്ല. പല പല കാര്യങ്ങളും ഇങ്ങനെ സംഭവിച്ചു പോകുമ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഈ എഴുത്തുകളൊക്കെ വായിച്ചു പോകുന്ന വാക്ക്, അല്ലെങ്കിൽ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ വാക്ക് എന്തിനാണ് ഇങ്ങനെ ഇത്രയും കടുകട്ടിയായത് എന്നൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടായിരുന്നു. ഇതി കർത്തവ്യ മൂഢനായിരുന്നു പോകുമെന്ന് പറയാറ്. അപ്പൊ നമ്മളായിരിക്കും ഇത് എന്ത് ഈ വാക്ക് ഇത്രയൊക്കെ കടുപ്പ്. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഇതി കർത്തവ്യ മൂഢനായി എന്നൊക്കെ പണ്ട് വായിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് ഇതൊന്നും മനസ്സിലാത്തൊരവസ്ഥയ്ക്കാണ് ഈ ഇതി കർത്തവ്യ മൂഢൻ എന്നൊക്കെ പറയുന്നത്. അതുപോലുള്ള അവസ്ഥയാണ് പലപ്പോഴും നമുക്ക് സംഭവിച്ചുകൊണ്ട് പല കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നു. പല ആൾക്കാരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നു, പല മാറ്റങ്ങളെ പറ്റി പറയും. ഇപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കണം, ശരി എന്താ അല്ലേ ജീവിതം എന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ട്. അപ്പോ എന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഞാനെപ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യത്തെയാണ്, നമ്മൾ എവിടെയും കണ്ടീഷൻസ് വെക്കാറില്ല. ഒന്നിനോടും എപ്പോഴും കണ്ടീഷൻസ് വെക്കാറില്ല. അൺകണ്ടീഷണൽ ആയിട്ട് അങ്ങനെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് വലിയ എഴുതി തയ്യാറാക്കി സ്ക്രിപ്റ്റ് ചെയ്ത് ഇങ്ങനെ ആയിരിക്കണം എന്നിരുന്ന് സംസാരിക്കുന്നത് വളരെ കുറവാണ്. അങ്ങനെ പറ്റുന്നില്ല എനിക്ക് എന്നുള്ളതാണ്. അങ്ങനെ എഴുതി വെച്ചാലും നോക്കി പറയാനോ ഒന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന ആ ഒരു കാര്യത്തെ ആ സമയത്ത് പറയുന്നു എന്നതാണ് യഥാർത്ഥം. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് വിശകലനം ചെയ്തു പോകും, തെറ്റരുതല്ലോ. കാരണം പബ്ലിക്കിലേക്ക് കൊടുക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് തെറ്റാതിരിക്കാനുള്ള ഒരു പ്രിക്വേഷൻസ് എടുക്കും. പക്ഷെ ബാക്കിയെല്ലാം എന്താ പറയുക, അവിടുത്തെ ഇച്ഛ പോലെ എന്ന് കൽപ്പിച്ചുകൊണ്ട് അവിടുത്തെ കംപ്ലീറ്റ് സറണ്ടർ ചെയ്തുകൊണ്ടുള്ള ആണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ റിസൾട്ടുകൾ നമ്മൾ നൽകുന്നതല്ല, നമ്മളെല്ലാം വിശ്വസിക്കുന്ന മറ്റേതോ ഒരു ശക്തിയെ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ല അങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ള അർത്ഥം. അല്ല, വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നൊന്നും ചോദ്യമേ ഇല്ല അവിടെ. കാരണം വിശ്വസിക്കുന്നത് പരിമിതമാണ്. വിശ്വാസം എന്ന് പറയുന്നത് പരിമിതവും കൺഫർമിറ്റി എന്ന് പറയുന്നത് അപരിമിതവുമായ അവസ്ഥയാണ്. അപ്പൊ നമ്മൾ കൺഫർമിറ്റിയെ പറ്റി മാത്രമേ പറയാറുള്ളൂ. അത് സംഭവിച്ചില്ല. അങ്ങനെ ഒരു ശക്തി ലോകത്തുണ്ട്. അതിന് ഏത് പേരിട്ട് വിളിച്ച് എങ്ങനെ ഇട്ട് വിളിക്കണം എന്നൊക്കെ ഓരോ ആളുടെയും ചിന്താധാരയിൽ അല്ലെങ്കിൽ ആ, വൈ ചിന്താ രീതിയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും ദർ ഇസ് സംതിങ് ബിയോണ്ട് അവർ എക്സ്പെക്ടേഷൻ, ബിയോണ്ട് അവർ ഇമാജിനേഷൻ, ബിയോണ്ട് അവർ റിയാലിറ്റി. അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടേതായ ഒരുപാട് പരിമിതികൾ നമുക്ക് മനുഷ്യൻ എന്ന് പറയുന്നത് ഉണ്ട് എന്ന് അംഗീകരിക്കുന്നിടത്ത് അവന്റെ വിജയം തുടങ്ങും. പരിമിതികൾ പെട്ടതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞങ്ങളിപ്പോ ന്യൂറോ സയൻസിനും അല്ലെങ്കിൽ കോസ്മിക് എനർജിയെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിലൊക്കെയാണ് പലപ്പോഴും അസ്ട്രോ സയൻസ് ഒക്കെ പോകുന്നത്. അതൊക്കെ കൂടുതൽ പറഞ്ഞ ആൾക്കാർ നമുക്ക് മനസ്സിലാവും. പക്ഷെ ആ ഇപ്പോഴും അസ്ട്രോ സയൻസുകൾസ് പറയുന്ന കാര്യങ്ങളൊക്കെ എത്രയോ വർഷം മുമ്പ് വെറുതെ കണ്ണടച്ചിരുന്നിട്ട് ഹിമാലയൻ സാനുക്കളിൽ പോയി കണ്ണടച്ചിരുന്ന് ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് ഒന്ന് തിരിച്ചറിയുമ്പോഴാണ്, അഷ്ടാംഗ യോഗയിലൂടെയൊക്കെ കയറി പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് ഈവൻ മോഡേൺ സയൻസ് കണ്ടെത്താത്തതിന്റെ എത്രയോ അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ യൂണിവേഴ്സിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ മിൽക്കി വേനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ പരിമിതമായിരിക്കുന്ന ഈ ശാസ്ത്രലോകം, അതായത് അത്തരം ശാസ്ത്രലോകത്തിലേക്ക് എത്രയോ അപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ ഋഷീശ്വരന്മാർ മുമ്പേ പറഞ്ഞു വെച്ചിരുന്നു. പക്ഷെ അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റിയില്ല. ഇന്നും നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാർക്കും ആശയ വൈകല്യങ്ങളുള്ളവർക്കൊക്കെ മനസ്സിലാവുന്നില്ല എന്നതാണ് ഏറ്റവും സത്യം. ഏതായാലും അത് അവിടെ ഒന്ന് സമൂഹത്തിൽ പറഞ്ഞു എന്ന് മാത്രമല്ല. അപ്പൊ അത്തരം സത്യങ്ങളെയൊക്കെ പൂർണ്ണമായും അതിലോട്ട് പൂർണ്ണമായി സറണ്ടർ ചെയ്തുകൊണ്ട്, അതിന് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് നമ്മളുടെ ലളിതമായ മനസ്സിന് ലളിതമായി ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളെ മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ സാധാരണക്കാരന് മനസ്സിലാവുന്ന, സാധാരണക്കാരൻ ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ഇനിയും സാധിക്കുമാറാവട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ ദിവസവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും, ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് കാണുന്നവരോട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും സമ്മാനം തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, എനിക്ക് ഞാൻ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾ ഗുണകരമായി മാറുന്നുവെങ്കിൽ, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്. ഒന്ന്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഒരു 2 കമന്റ് ഇടുക. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ജീവിതത്തിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവാൻ പറ്റുന്ന ഒരു നന്മ ചെയ്യാൻ നിങ്ങളും കൂട്ടുചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ സാധാരണ അല്ല, എന്താ പറയുക, ഒഫീഷ്യലായിട്ട് പറഞ്ഞാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ്. ഇത് എത്രത്തോളം സബ്സ്ക്രൈബ് കൂടാൻ പറ്റില്ല, ലൈക്കും കമന്റുകൾ എത്രത്തോളം നിങ്ങൾ കൂടുന്നുവോ
അത്രത്തോളം നിങ്ങളിലേക്ക് കൂടുതൽ 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 കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്നുള്ള ഒറ്റ കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കിടക്കാം. അതിനു മുമ്പ് നമ്മൾ ഇന്നലത്തെ നിങ്ങളെല്ലാം 369 പോർട്ടൽ കണ്ടു. നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നേടാനുണ്ടായി സാധിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളത് എപ്പോഴും നമ്മൾ ആ ഒറ്റ രീതിയിലാണ് പോകുന്നത്. നിങ്ങളുടെ അനുഭവങ്ങളെ കേട്ടുകൊണ്ടാണ് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുന്നത് എന്നതാണ് നമ്മുടെ എപ്പോഴുള്ള ഒരു രീതി. അതുകൊണ്ട് പറയാനുള്ളവർ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തോളൂ, എന്നിട്ട് സംസാരിക്കാനുള്ള കാര്യം വളരെ ലളിതമായി പറഞ്ഞോളൂ. കൂടുതൽ ആൾക്കാർ സമയപരിമിതി കൂടി നോക്കണം. യെസ്, ഇന്ന് നമ്മള് വിഷൻ ബോർഡിന്റെ ക്ലാസ് തുടങ്ങുകയാണ്. 9 മണിക്ക്. ഞാൻ എന്നും പറയാറുണ്ട്, ലക്ഷ്യമില്ലാത്ത യാത്ര എങ്ങോട്ടായിരിക്കും ആർക്കും അറിയില്ല അല്ലെ? ലക്ഷ്യമില്ലാത്ത യാത്ര എങ്ങോട്ടാന്ന് ഞാൻ പറയണ്ടല്ലോ, ഇല്ല. അപ്പോ യാത്ര എങ്ങോട്ടാണെന്ന് അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലാത്ത ജീവിതം അർത്ഥശൂന്യമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് വിഷൻ ബോർഡ് ക്ലാസ് ഇനിയും ചേരാൻ നിങ്ങൾ സമയമുണ്ട്, വേണമെങ്കിൽ ചേർന്നോളൂ. അങ്ങനെ ജീവിതത്തെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അതിന് ചെറിയ കാശ് മാത്രമേ വാങ്ങിക്കുന്നു. അതുപോലും മടിയാണ് ആൾക്കാർക്ക് എന്നുള്ളത് സത്യമായിട്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. മടിയാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ക്ലാസ്സിൽ 200-300 ആൾക്കാർ ജോയിൻ ചെയ്യുമ്പോൾ വളരെ കുറച്ച് 100-ൽ കുറവ് ആൾക്കാർ മാത്രമേ വിഷൻ ബോർഡിലുള്ളൂ. 2222 രൂപയ്ക്ക് വിഷൻ ബോർഡൊക്കെ ചെയ്ത് കിട്ടുന്നില്ല. ഇപ്പൊ 10,000, 20,000, 30,000 രൂപയൊക്കെ വിഷൻ ബോർഡിന് വാങ്ങിക്കുന്നത്. പക്ഷെ എന്നാലും സാധാരണക്കാരന് എന്ന് വരട്ടെ എന്ന് കരുതിയാൽ നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും 10,000-ൽ കുറഞ്ഞ വിഷൻ ബോർഡ് കൊടുക്കുന്നതിനെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ കുറഞ്ഞിട്ട് വിഷൻ ബോർഡ് ചെയ്യും. കാരണം എന്താ, ഈ വരേണ്ടവൻ എന്തായാലും വരും, വരാത്തവൻ കുറച്ച് കൊടുത്താലും വരില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. വിഷൻ ബോർഡ് സത്യമായിട്ട് പറയാം, ഞാൻ വീണ്ടും 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 പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് എഴുതി വെക്കൂ നിങ്ങൾ ജീവിതത്തിൽ. അത് ലഭിക്കുക തന്നെ വേണ്ടും, യാതൊരു തർക്കമില്ല. എഴുതി വെക്കാത്തവന് ഒന്നും സംഭവിക്കുകയില്ല. എഴുതി വെച്ചത് മാത്രമാണ് സംഭവിക്കുന്നത്. എഴുതി വെച്ചതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും. എഴുതുക. എഴുതാനായിട്ട് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ക്ലാസ്സിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്. താങ്ക് യു. അപ്പോ ആർക്കാണ് സംസാരിക്കാൻ പറഞ്ഞു? അമ്പിളി പറഞ്ഞു. അമ്പിളി ബോർഡെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ക്ലാസ്സിന് വേണ്ടിയിട്ട്. ഒന്നുകൂടി പറഞ്ഞു, കേട്ടില്ല. വിഷൻ ബോർഡെല്ലാം ഞാൻ എന്റെ വിഷൻ ബോർഡെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്നലത്തെ അനുഭവം കൂടി പറഞ്ഞു. അല്ലെ, മ്യൂസിക് എല്ലാം ആ സമയത്ത് എനിക്ക് വല്ലാണ്ടൊരു ഫീലിംഗ് ആയി. ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കണ്ണീന്നും കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ വേറെ ഏതോ ഒരു ലോകത്തിലേക്ക് പോയി. ഒരുപാട് നന്ദിയുണ്ട്. വല്ലാത്തൊരു എനർജി ആയിരിക്കും. ഒരുപാട് നന്ദി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആരാ? ഓമന എന്താ പറയണേ? പറഞ്ഞു ഓമന. സാർ, എനിക്ക് നാളേക്ക് ഒരു 5,000 രൂപ ആവശ്യം ഉണ്ടായി. അപ്പൊ ഞാൻ അറിയണ ഒരു ചേച്ചിന്ന് വിളിച്ചിട്ട് 10,000 രൂപ വിളിച്ചു തന്നു. സാവധാനം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊരു ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല അങ്ങനെ കിട്ടുന്നുള്ളത്. അപ്പൊ അത് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായി. എന്നെ വിളിച്ചു തന്നതാണ്. ഞാൻ പിന്നെ അഫർമേഷൻ അത് പറയുന്നുണ്ട്. അങ്ങനെ മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട്. നെഗറ്റീവുകളൊക്കെ മാറി കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മനസ്സിന് സന്തോഷം. അതൊരു സന്തോഷം. ഞാൻ ഒട്ടും വിചാരിച്ചില്ല കിട്ടുന്നുള്ളത്. അപ്പൊ വിളിച്ചു തന്നതാണ്. അപ്പൊ അത് തീരെ എപ്പോഴും മനസ്സിനത് വിശ്വസിക്കാൻ പറ്റണില്ല. അപ്പൊ എന്നാലും സന്തോഷത്തോടെ. സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നിഷ സിംഗ്. സാർ ഒരു ടെക്നിക്ക് പറഞ്ഞിരുന്നല്ലോ, 367868 എഴുതുന്ന. അപ്പൊ അത് ഞാൻ 3 days ബിഫോർ അത് കേട്ടിട്ട് ഞാൻ എഴുതി വെച്ചിരുന്നു. അപ്പൊ പിന്നെ അത് ഞാൻ അങ്ങ് വിട്ടു. ഇന്ന് രാവിലെ, ഇന്നത്തെ ഡേറ്റ് ആയിരുന്നു ഇട്ടിരുന്നത്, അത് ഞാൻ മറന്നുപോയി. ഇന്ന് രാവിലെ ഞാൻ എഴുതിയ എമൗണ്ട് അത്രയില്ലെങ്കിലും എനിക്ക് ആവശ്യമുള്ള എമൗണ്ട്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ആ പൈസ ഞാൻ അക്കൗണ്ടിലേക്ക് ഇടുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നല്ല. അപ്പൊ അതെനിക്ക് ഇട്ടു, അതെനിക്ക് കിട്ടി. അപ്പൊ തന്നെ ഞാൻ നമ്മുടെ ദുബായ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്തു, പൈസ അടച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അത് പറയാൻ മറന്നുപോയി. എന്റെ ദുബായ് പ്രോഗ്രാം ഞാനിത് മറന്നുപോയി ചില സമയത്ത്. നമ്മള് കൊച്ചി പ്രോഗ്രാം, പിന്നെ കാലിക്കറ്റ് എല്ലാം കഴിഞ്ഞ് വീണ്ടും ദുബായിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. വീണ്ടും നമ്മൾ സെക്കൻഡ് പ്രോഗ്രാം ദുബായിൽ നടത്തുകയാണ് ഈ മാസം 29-ാം തീയതി. അപ്പോ കൊച്ചി ദുബായിലുള്ള ആൾക്കാർ, ഇപ്പൊ വീഡിയോ കാണുന്നവരോ അല്ലെങ്കിൽ ഇവിടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വരുന്നവരായാലും സന്തോഷം വന്നോളൂ. ദുബായ് പ്രോഗ്രാം 29-ാം തീയതി നടത്തുകയാണ്. വളരെ രസകരമാണ്. നമുക്ക് എന്താ പറയാ, ദുബായ് പ്രോഗ്രാം എപ്പോഴും ഒരു ഫാമിലിയുടെ കൂടെയാണ്. ദുബായിലെ പരിപാടികൾ എപ്പോഴും നാളത്തെ പരിപാടി പോലെയല്ല, വ്യത്യസ്തമായിരിക്കും. കാരണം കുറച്ചും കൂടി ക്ലോസ്ഡ് ആയിരിക്കും. നമ്മൾ വളരെ ക്ലോസ്ഡ് ആയിട്ട്, കാരണം അത്രയും ആൾക്കാർ നാട്ടിലെ പോലെ ഒന്നും ആൾക്കാരുണ്ടാവില്ല, കുറച്ച് ആൾക്കാരെ ഉണ്ടാവും. അപ്പോൾ ദുബായ് പ്രോഗ്രാം 29-ാം തീയതിയാണ്. അപ്പോൾ എല്ലാവരും വരിക. ഞാൻ സ്റ്റോൺ ദുബൈക്കാർക്ക് വേണ്ടി വരുത്താൻ വേണ്ടി പോകുന്നുണ്ട്. നാളെയോ മറ്റന്നാളോ ഓർഡർ ചെയ്യും. 29-ന് കിട്ടും. പ്രാണ സ്റ്റോൺ
തന്നെ കിട്ടുമെന്നൊക്കെ നോക്കട്ടെ. ഇല്ലെങ്കിൽ ക്രിസ്റ്റൽസ്, ചിലപ്പോൾ ക്രിസ്റ്റൽസ് ആയിരിക്കും, സ്റ്റോൺ വന്നില്ലെങ്കിൽ ക്രിസ്റ്റൽസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ക്രിസ്റ്റൽസും ആ ക്രിസ്റ്റൽസിനുള്ള പുതിയ മെഡിറ്റേഷൻ ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിഷ് ചെയ്തോളൂ, ക്രിസ്റ്റൽസ് കിട്ടുകയാണ് അത്രയും നല്ലത്. അപ്പോൾ പ്രാണ സ്റ്റോൺ കിട്ടിയില്ലെങ്കിൽ ക്രിസ്റ്റൽസ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അവിടെ മാജിക് പ്രതീക്ഷിക്കാം. കുറച്ച് പേരല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് ഉണ്ടാവും. മറ്റ് എന്താ പറയാ, ദുബായ് പ്രോഗ്രാം പറ്റി വിശദമായിട്ട് ഞാൻ ഈ ക്ലാസ്സിനെ പറ്റി ഇങ്ങനെ ലൈവ് പ്രോഗ്രാം പറ്റി പരസ്യം അങ്ങനെ ഇടാറില്ല. അതൊന്നും ഒരു ശീലമില്ല കാര്യമില്ല. ഇപ്പൊ ഇത് കേൾക്കുന്നവരും അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ പരസ്പരം അറിയുക, പറ്റുന്നവർ വരിക. ലൊക്കേഷനൊക്കെ നമുക്ക് തീരുമാനിക്കാം. എത്ര പേര് വന്നു എന്നനുസരിച്ച് ലൊക്കേഷൻ ഒന്നും വലിയ വിഷയമായിരിക്കും. ലൊക്കേഷൻ ദുബൈയിൽ എവിടെയായാലും എത്തുന്നതിന് പ്രത്യേകിച്ച് ഒരു വിഷയം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അക്സസിബിൾ ആയ ലൊക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. നമ്മൾ എല്ലാവരും അപ്പുറത്തുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ച് വരുന്നൊക്കെ ട്രാൻസ്പോർട്ടേഷനൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. എല്ലാവരും നോക്കിയിട്ട്. ഇത്രയും ഒരുപാട് ആൾക്കാരില്ലല്ലോ. അപ്പോൾ അതാണ് ദുബായ് പ്രോഗ്രാം. ഇപ്പൊ എല്ലാവരും വരണമെന്നാണ്. ദുബായ് ചുറ്റുവട്ടത്ത് അബുദാബി, ദുബായ്, ഷാർജ, ഉമ്മൽ ഖുവാൻ, റാസൽ ഖൈമ, അതുപോലെ തന്നെ ഒമാൻ. ഒമാനിനൊക്കെ അത്രയും ദൂരമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. ഒമാനിലുള്ളവരൊക്കെ വരണം. ബഹ്റൈൻകാർക്ക് വരാൻ പറ്റുമോ നോക്കുക. പിന്നെ ഇപ്പോഴത്തെ ഫ്ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലേ ഉണ്ടാവും. അതുകൊണ്ട് ഫ്ലൈറ്റ് ഇപ്പം നടക്കില്ല, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും വരിക എന്ന് മാത്രം ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. യെസ്. അപ്പൊ അടുത്ത ആരെ സംസാരിക്കുന്നത് പറഞ്ഞു? ചേർന്നിട്ടുണ്ട് സർ. ബിജേഷ് ഉണ്ട് അല്ലേ? ഓ വെരി ഗുഡ് ബിജേഷ്, വെൽക്കം ബിജേഷ്. വെരി ഗുഡ്. അജ്മാൻ അല്ലേ? യെസ്. പ്രാണ സ്റ്റോൺ നിങ്ങൾ 4 പേരും ഉണ്ടാവണ്ടേ? തീർച്ചയായും. ശരി. ഒമാനിലുള്ളവർ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഉണ്ടായിരിക്കണം അവിടെ. ഒമാൻ എന്നുള്ള കൃത്യമായിട്ടായിരിക്കണം. ഞാൻ ആഷയോട് പറഞ്ഞിരുന്നു, മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. വർക്കിംഗ് ഡേ ആണ്, എന്നാലും കുഴപ്പമില്ല, ഞാൻ നോക്കുന്നുണ്ട് മാക്സിമം. വർക്കിംഗ് ഡേ ഓഫീസിലായതുകൊണ്ടാണ് ഒരു ദിവസത്തെ വർക്കിംഗ് ഡേ ക്യാമറ ഓൺ ചെയ്യാത്തത്. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, ശരി. ഓക്കെ, നെക്സ്റ്റ്. ഇനി ആരും സംസാരിക്കാനില്ലല്ലോ. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ കിടക്കാം. ആരുണ്ടോ ഹാപ്പി ന്യൂസ് പറയാൻ? പറഞ്ഞോളൂ രാജലക്ഷ്മി മാം. ഇല്ല, ഓക്കെ, ശരി. എനിക്ക് ഒരു കമ്പ്യൂട്ടർ വേണമെന്ന് കുറെ നാളായി ഞാൻ പറയുന്നു. അപ്പൊ ഇവരൊക്കെ പറയും കമ്പ്യൂട്ടർ എന്തിനാ, അമ്മയ്ക്ക് കമ്പ്യൂട്ടർ എന്താണ്. ഇന്ന് എന്റെ മകൻ പറഞ്ഞു അമ്മയ്ക്ക് കമ്പ്യൂട്ടർ വാങ്ങിച്ചു തരാം. പൈസ മുടക്കണേനല്ല, വാങ്ങിച്ചു തരാൻ അവർ തയ്യാറാവുന്നു. അപ്പൊ അത് ഇന്നലെ ആ മെഡിറ്റേഷൻ തന്നെ എനിക്കൊരു ഹാപ്പി ന്യൂസാണ്. നിനക്ക് നല്ലതാണ്, കമ്പ്യൂട്ടർ നല്ലതാണ്. എല്ലാം ഇനി ജാതകങ്ങളും ജ്യോതിഷമൊക്കെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റും. അതെ, അപ്പൊ എനിക്കറിയാം കമ്പ്യൂട്ടർ. ഞാൻ 18 വർഷം അമൃതയിലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചതാണ്. ഇവിടെ കമ്പ്യൂട്ടർ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ കമ്പ്യൂട്ടർ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. അത് വലിയ ഹാപ്പി ന്യൂസാണ്. വെരി ഗുഡ്, താങ്ക് യു സർ. വെരി ഗുഡ്. ഓക്കെ, ശരി. എന്താണ് അബിത? നമസ്കാരം സാർ. ഞാൻ ഒരു ഹാപ്പി ന്യൂസ്. മോൾക്ക് കൊച്ചിയില് ഇൻഫോ പാർക്കില് ജോബ് കിട്ടി. അവള് ഉദ്ദേശിച്ച ലോജിസ്റ്റിക്സ് തന്നെ കിട്ടിയത്. ലോജിസ്റ്റിക്സ് അവളുടെ ഒരു സ്വപ്നമായിരുന്നു. എപ്പോഴും പറയായിരുന്നു എന്റെ കരിയർ ഇങ്ങനെ പോണു. ഇപ്പൊ അച്ഛന് ആക്സിഡന്റ് പറ്റിയതിന് ശേഷം കിട്ടിയ ജോലിക്ക് കയറല്ലേ ചെയ്തത്. അപ്പൊ ഇൻഫോ പാർക്കില് ജോലി കിട്ടി. ജൂലൈ 1-ാം തീയതി ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അവളെ പറ്റി ഓർത്തു. അച്ഛന് വേണ്ടി വീട്ടിലിരിക്കേണ്ടി വരുന്നല്ലോ, എങ്ങനെന്താണ് ഒരു സംഭവം എന്ന് ജസ്റ്റ് ഞാൻ അവളെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു. എന്താ ഇപ്പൊ കോട്ടിങ്ങനെ അവളെ പറ്റി ഞാൻ ഒന്ന് വെറുതെ ഓർത്തു. ഈ സമയത്ത് പുറത്ത് എവിടെ പോയിട്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് വീട്ടിലിരുന്ന് ചെയ്യുന്ന ജോലിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവുമല്ലോ എന്ന് വെറുതെ ഓർത്തു. നിങ്ങൾ പറഞ്ഞു, വളരെ സന്തോഷം. താങ്ക് യു സാർ, താങ്ക് യു. ഭയങ്കര സന്തോഷം. എപ്പോഴും ഇങ്ങനെ മോള് വിഷമം പറയുമ്പോ ഞാനും വിചാരിക്കും, ഈശ്വര എനിക്ക് ഇതൊക്കെ ഇങ്ങനെ കേൾക്കേണ്ടി വന്നല്ലോ. അല്ല, അച്ഛനിങ്ങനെ പറ്റിയ കാരണല്ലേ മോൾക്കും ഇങ്ങനെ വന്നത്. അത് നന്നായി പഠിച്ച് നല്ല മാർക്കോട് കൂടി പാസ്സാവുകയും ചെയ്തു. 4th റാങ്കോട് കൂടി പാസ്സാവുകയും ചെയ്തു. അതൊക്കെ ഒരു അഭിമാനല്ലേ സാറേ. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നപ്പോഴേ എന്തായാലും സാറേനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാം നമുക്ക് ഓരോ ഒരു ഇത് വരുന്നത്. പിന്നെ മോന് ഇപ്പം ചീഫ് ഓഫീസർമാര് എത്ര ആള് റെക്കമെൻഡ് ചെയ്തു എന്നറിയോ സാറേ. പക്ഷെ അവൻ അടുക്കും തോറും അവനെല്ലാം ബ്ലോക്ക് ആവുക. എന്താ സംഭവം എന്ന് അറിയണില്ല. നോ പ്രോബ്ലം. ഞാൻ ഇന്ന് അവനെ പറ്റി ഓർത്തു. ഞാൻ ശരിക്കും കുറച്ച് സമയമുണ്ട്. ചീഫ് ഓഫീസർമാര് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ എന്തായാലും എടുക്കും. ഇപ്പൊ സാറ് ഇത് എനിക്ക് സ്റ്റോൺ തന്നതിന് ശേഷമാണ് എത്രയോ ചീഫ് ഓഫീസർമാര് കമ്പനിയിലേക്ക് വിളിച്ചു പറഞ്ഞു. പക്ഷെ അവര് എന്തോ പോർട്ടിൽ എന്തോ സംഭവമായിട്ട് എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഇനി ഓപ്പൺ ആവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ നാളെ ഒരു കമ്പനിയിലേക്ക് പോകുന്നുണ്ട്.
ഇനിയിപ്പോ അതെന്താന്നുള്ളത് അറിയില്ല. നോ പ്രോബ്ലം. പിന്നെ സാർക്ക് മെയിൽ അയച്ചിരുന്നു പറഞ്ഞു. ഇനിയിപ്പോ അവൻ എറണാകുളം പോയപ്പോ അവന്റെ കയ്യിലെ സ്റ്റോണ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. മെയിൽ നോക്കിയില്ല. സ്റ്റോൺ നഷ്ടപ്പെട്ടു. അത് അവൻ കുറെ 2-3 കമ്പനികളിൽ കയറി ഇറങ്ങി, പിന്നെ റൂമിൽ വന്നിട്ട് അവൻ പാന്റും ഷർട്ടും ഇതൊക്കെ അയച്ചിടുമ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോ അത് നോക്കിയപ്പോ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നീ തന്നെ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കാൻ പറയട്ടോ. പറയാം. ഓക്കെ, ഉം. നോക്കാം. സാർ താങ്ക് യു സാർ, താങ്ക് യു. സാർ ഓക്കെ, തന്നെ പറ. സാർ ഞാൻ വർക്കിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ഇന്ന് വർക്ക് കിട്ടി. 2:30 ഞാൻ വീട്ടിൽ വന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തു കൊടുത്ത് 10,000 രൂപയും കിട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സാർ. താങ്ക് യു. എന്താ പറയാ, ഓക്കെ, താങ്ക് യു എന്ന് മാത്രമേ പറയണ്ടു. ഞാൻ ഏറെ എക്സ്പെക്ട് ചെയ്തൊരു ചേഞ്ചസ് അത് തന്നെ ഇങ്ങോട്ട് വരട്ടെ. നമ്മൾ ഇനി ഷോപ്പുകളൊന്നും അല്ല, ഇങ്ങോട്ട് വന്ന് ചെയ്യട്ടെ. അപ്പൊ ആ എക്സ്പെൻസ് നമ്മൾ കട്ട് ചെയ്യും. ശരി, താങ്ക് യു. താങ്ക് യു. നമ്മള് മറ്റൊരു കാര്യം. ഓക്കെ, ഇനി എന്താ പറയാനുള്ള? ആർക്കില്ലല്ലോ, കഴിഞ്ഞാ? ശരി, താങ്ക് യു. 2 ഓക്കെ, സന്തോഷത്തോടുകൂടി ഈ മാജിക് നമ്പറുകളുടെ കാര്യത്തിൽ പോയപ്പോഴാണ് പലപ്പോഴും പല ചിന്തകൾ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾക്ക് പലതും സംഭവിച്ചു വന്നു. ഇപ്പോ ഇന്ന് നമ്മുടെ യോഗ ടീച്ചർ ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി അല്ലെ. 2 ദിവസത്തെ നമ്മൾക്ക് യോഗ പഠിപ്പിച്ചു തന്നപ്പോൾ ആദ്യത്തെ ദിവസം വന്ന് യോഗ ഒന്ന് കാണിച്ചിട്ട് പോയപ്പോ തന്നെ ഇവിടെ റിസൾട്ടുകൾ ആൾക്കാർക്ക് ലഭിച്ചു. പ്രകാരം യോഗയ്ക്ക് വേണ്ടി നമ്മൾ നിന്നു. വന്ന് യോഗ ഒരു ദിവസം കാണിച്ചപ്പോൾ തന്നെ ആൾക്കാർക്ക് പറഞ്ഞു വലിയ മാറ്റം അവിടെ ഉണ്ടായി. ആ ഒരു നന്ദി നമ്മൾ എല്ലാവരും തിരിച്ചു കൊടുത്തപ്പോൾ അവരുടെ ജീവിതത്തിന് വലിയൊരു മാറ്റം ഉണ്ടായി. ഇപ്പോൾ ഡൽഹിക്ക് എത്തി, നാളെ ഡൽഹിക്കുള്ള യാത്രയാണെന്ന് പറഞ്ഞത് വളരെ സന്തോഷം. കാരണം അങ്ങനെ ആവട്ടെ, ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകും, ഗുണങ്ങളായിട്ട് മാറുന്നത്. പ്രധാനമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനിൽ യോഗ നമ്മുടെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ റെപ്രസെന്റേറ്റ് ചെയ്യാൻ, അതും ഗുരുവിന്റെ പൂർണ്ണമായ കടാക്ഷത്തോടു കൂടി, ശ്രീനാരായണ ട്രസ്റ്റിന്റെ ആണത്. അപ്പോ നമ്മള് ഗുരു എന്ന വാക്ക് മതിയാവൂ എന്നൊന്നും അറിയില്ല. അതിനപ്പുറത്തേക്കുള്ള ഒരു അതുല്യമായ പ്രതിഭാസത്തിന്റെ, ഒരു ദൈവ ചൈതന്യത്തിന്റെ തന്നെ പേരിൽ അവിടെ പോകാൻ പറ്റുക, അത് പങ്കെടുക്കാൻ പറ്റുക, നമ്മളെല്ലാവരും ആ ഒരു ദൈവ ദശകത്തിൽ തന്നെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏതോ എത്ര പറയാൻ പറ്റും, മുൻജന്മ കർമ്മഫലങ്ങളുടെ ഇത് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞാൽ അതിപ്പോ ഇവിടെ ക്ലാസ്സിന് പറ്റുന്ന ഒരു സന്ദർഭമല്ല, അതുകൊണ്ട് ഇമോഷണൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, സന്തോഷം. താങ്ക് യു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. യെസ്, വളരെ 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 സന്തോഷം. ഇന്നത്തെ നമുക്ക് ക്ലാസ്സിന് ഇപ്പൊ ഇത് കഴിഞ്ഞ് നമ്മൾ വിഷൻ ബോർഡിന്റെ ക്ലാസ്സിനുണ്ട്. ആൾക്കാർ ജോയിൻ ചെയ്യുന്നവർ അതിൽ ജോയിൻ ചെയ്യാൻ മറക്കാതിരിക്കുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് നിങ്ങൾ വിധേയരായിട്ടുണ്ട്. പലപ്പോഴും പല രീതിയിലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് എന്നുള്ള സത്യം അറിയാം. പക്ഷെ പലപ്പോഴും അത്ഭുതകരമായ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ പലർക്കും ഉണ്ടാവുന്നത് നല്ലതല്ലാത്ത മാറ്റങ്ങളെ പറ്റിയിട്ടായിരിക്കും അധികം ആൾക്കാർക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചെന്ന് വെച്ചാൽ ആൾക്കാർ ഉണ്ട്, എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോയി, ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പറയണ്ട. അതൊക്കെയല്ലേ നമുക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അത്ഭുതം, ശരി നമ്മൾ ടാബ്ലറ്റ്സ് കഴിച്ചില്ല അല്ലേ, മറന്നുപോയി, അത് ആ ഒരു ഇമോഷൻ പോയപ്പോൾ ആ ടാബ്ലറ്റ്സ് അങ്ങ് പോയി. ശരി, അപ്പോൾ സന്തോഷത്തോടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ടേക്ക് യർ ടാബ്ലറ്റ്സ്, കഴിക്കൂ, ഹാപ്പി ആൻഡ് റെഡി. ഇപ്പോഴ് ഈ യൂട്യൂബ് വീഡിയോ കാണുന്നവരോടുള്ള എല്ലാവരും ഞാൻ ശ്രദ്ധിക്കുന്നു, ആൾക്കാർ ഈ വീഡിയോ കാണുമ്പോൾ ഹാപ്പി ആൻഡ് റെഡി വളരെ കുറവാണ്. കാരണം നിങ്ങൾ ആ ശുഭാപ്തി വിശ്വാസ ശുഭചിന്തകളോ ഇട്ട് കഴിഞ്ഞു പിന്നെ ഹാപ്പി ആൻഡ് റെഡി എഴുതാൻ മറന്നു പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ക്ലാസ്സിൽ ലയിച്ചങ്ങ് ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും പണിയിലേക്ക്. എന്നാലും ഒന്ന് ഹാപ്പി ആൻഡ് റെഡി ആയിട്ട് ഇരുന്നാൽ നമുക്ക് നമ്മുടെ ബ്രെയിനിനെ പ്രോഗ്രാം ചെയ്ത് വെക്കാം, ഈ ഒരു ക്ലാസ് കൃത്യമായി ലഭിക്കാനും അതിലൂടെ മാറ്റമുണ്ടാകാനായിട്ടും ബ്രെയിനിനെ പ്രോഗ്രാം ചെയ്ത് വെക്കാം. പറയട്ടെ. അപ്പോ നമ്മളെപ്പോഴും അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് അത്ഭുതകരമായി സംഭവിച്ച ചില കാര്യങ്ങളിൽ നിന്നുള്ള അത്ഭുതകരമായി രക്ഷപ്പെട്ടതിനെ പറ്റിയിട്ട്, അത്ഭുതകരമായി ചില കാര്യങ്ങൾ സംഭവിച്ചതിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും.
അതൊക്കെയാണ് പൊതുവെ നമ്മൾ ഓർക്കുക. അതാണ് മനുഷ്യന്റെ മനസ്സിന്റെ പ്രത്യേകത. മനുഷ്യന്റെ മനസ്സിന്റെ പ്രത്യേകത അവൻ എപ്പോഴും ഓർത്തു വെക്കുന്നത് എന്താ പറയാ, നല്ലതല്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ടാണ്. യഥാർത്ഥത്തിൽ അതിന് വേണ്ടാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് ആലോചിക്കും. ഇത് 10 മണിക്കൂറിലും 20 മണിക്കൂറിലും അല്ലെങ്കിൽ ഒരാഴ്ചയിലും അല്ലെങ്കിൽ ഒരു മാസത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ മാറ്റം ഉണ്ടായിട്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഉണ്ടായിട്ടുണ്ടോ, അയ്യോ അങ്ങനെ സംഭവം ഉണ്ടോ എന്ന്. ഇത് ഒരു മനുഷ്യന്റെ മനസ്സിന്റെ പ്രത്യേകതയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ, അടിവരയിട്ട് ബ്രാക്കറ്റിൽ പറയാം, വേണ്ടുന്ന അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. വേണ്ടുന്നത് എന്താണെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അപ്പൊ വേണ്ടുന്ന അത്ഭുതകരമായ മാറ്റം ചന്ദ്രിക, ഐദർ നിങ്ങൾ ഒന്നിക്കൽ ഇവിടെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്തടിച്ച് പോവുക. ഞാൻ ക്ലാസ്സിൽ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്നോട് ഫോൺ വിളിച്ച് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള സാധാരണ ഇതിലെ സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്ത നിങ്ങൾ ഇവിടെ ക്ലാസ്സിൽ ഇരുന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ ചാറ്റ് ചെയ്യുമ്പോഴുള്ള എന്റെ കോൺസെൻട്രേഷൻ എങ്ങോട്ട് പോകും? ഞാൻ വിളിക്കേണ്ട ആളുടെ നമ്പർ തന്നു, വിളിച്ച് സംസാരിക്കുക അവരോട്. എപ്പോൾ വിളിക്കണം എന്ന് വെച്ചാൽ അവരും ഇതേപോലെ നിങ്ങളുടെ കൂടെ ക്ലാസ്സിൽ ഇരിക്കായിരിക്കില്ലേ. അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷന് സൊല്യൂഷൻ തരാൻ ഞാൻ ആളല്ല. ഞാൻ അത്തരം എമർജൻസി സിറ്റുവേഷനെ എനിക്ക് പരിഹരിക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ക്ഷമയോടെ ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുക, സംസാരിക്കുക. ഇത്തരം സിറ്റുവേഷൻ, എമർജൻസി സിറ്റുവേഷൻ സൊല്യൂഷൻ കണ്ടെത്താൻ ഞാൻ ആളല്ല എന്ന് മനസ്സിലാക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി ഇരുന്നാൽ മതി, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്ത് പോകണം. ഓക്കെ. അപ്പോ നമ്മൾ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി തയ്യാറാവുക. ഞാൻ വെറും 2 ദിവസത്തെ ഒരു ദിനചര്യ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു 15 തൊട്ട് 20 മിനിറ്റ് വേണ്ടി മാത്രം മാറ്റിവെച്ചാൽ 2 ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് മാറ്റമുണ്ടാവുന്ന ലളിതമായ ഒരു പ്രക്രിയ പറയാം. ഇതെല്ലാവരെ കൊണ്ടും പാലിക്കാൻ പറ്റുന്നതാണ്. ഇത് പറ്റാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും പറ്റുന്ന, പക്ഷേ ക്ഷമയോടെ ഇഷ്ടത്തോടെ ചെയ്യുന്നവന് മാത്രമേ ഉള്ളൂ. അല്ലാത്തവന് ഇതൊന്നും വർക്ക് ചെയ്യില്ല എന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കുക. നമുക്ക് സ്വസ്ഥമായി, നമുക്ക് ക്ഷമയോടെ കാത്തിരിപ്പോടെ ചെയ്യുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും വെട്ടിപ്പിടിക്കാനായിട്ട് ഓടുന്നവനുള്ള അരിവാളോ അല്ലെങ്കിൽ എന്താ പറയാ, മഴുവോ ചുറ്റിയോ ഒന്നും അല്ല ഈ സാധനം. വളരെ കൃത്യമായി മനസ്സിനെ മാറ്റപ്പെടുത്തി മനസ്സിന്റെ സ്വസ്ഥതയിലൂടെ അവനവനെ നിതാന്തമായി ജാഗ്രതയോടുകൂടി മാറ്റപ്പെടുത്താനുള്ള പ്രക്രിയകൾ മാത്രമേ ഇവിടെ പഠിപ്പിക്കുന്നുള്ളൂ. അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള മറ്റു കാര്യങ്ങളെ പറ്റി എനിക്ക് പറയാൻ അറിയില്ല, ഞാൻ പറയുമില്ല. അപ്പോൾ കൃത്യമായി നമ്മൾ 2 ദിവസത്തെ പ്രാക്ടീസിലൂടെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ആദ്യം തന്നെ പറയട്ടെ, 2 ദിവസത്തെ മാറ്റം ഉണ്ടായാൽ മാത്രം മതിയോ ജീവിതത്തിൽ? അല്ലല്ലോ. ജീവിതത്തിൽ നിത്യവും ഉണ്ടാവേണ്ട മാറ്റമാകുമ്പോൾ ഇന്ന് ഞാൻ 2 ദിവസത്തേക്കാണ് ഈ പറയുന്നതെങ്കിൽ നിങ്ങൾ 2 ദിവസത്തിന് അത് ലഭിക്കുകയും ചെയ്യും. പക്ഷെ നിത്യജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതിന് പ്രത്യേകിച്ച് ഒരു ചെലവും നിങ്ങൾക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ചിലപ്പോൾ ചെലവ് വരുന്നു, നിങ്ങൾ ചിലപ്പോൾ ചെലവ് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ പറയും ഞാനൊരു പെന്നും പേപ്പറും എടുക്കാൻ പറയും. അപ്പൊ അത് ചെലവല്ലേ എന്ന് ചോദിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. കാരണം പെന്നും പേപ്പറും ചെലവാക്കാതെ കിട്ടൂല. അതുകൊണ്ട് അത്തരം ചെലവുകളെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, മറ്റ് ചെലവുകളൊന്നുമില്ല. ഈ ക്ലാസ് പിന്നെ രണ്ടാമത്, ക്ലാസ് കാണുമ്പോൾ മറ്റൊരു സാധാരണ ആൾക്കാർ പറഞ്ഞു, സാറെ ക്ലാസ് കാണുമ്പോൾ സാർ എടുക്കുന്ന ക്ലാസ് കാണുമ്പോൾ ഞങ്ങൾക്ക് ചെലവില്ലെങ്കിൽ സാറിന് കാശ് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയുന്ന യൂട്യൂബ് കമന്റ് ചെയ്യുന്ന ആൾക്കാരോട് അതെന്തായാലും ഇരിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കൊള്ളാം എന്ന് മാത്രം പറയുന്നു. നിങ്ങൾക്ക് ചെലവുണ്ടോ ഇല്ലയെന്ന് മാത്രം കിട്ടെ. ഓക്കെ. അപ്പോൾ സന്തോഷപൂർവ്വം മനസ്സിലാക്കുക. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇത് ചില കാര്യങ്ങളിൽ ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം, എങ്കിൽ മാത്രമാണ്. ഞാൻ നേരെ ക്ലാസ്സിൽ പോകണം, കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റമുണ്ടാവുക. അത് 2 ദിവസമായാലോ 5 ദിവസമായാലോ 1 വർഷമായാലോ 10 വർഷമായാലോ ചില ഘട്ടങ്ങൾ ആധികാരികമായ ചില ഘട്ടങ്ങൾ നമ്മൾ കടന്നു പോയാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുക. അതിന് പറയുന്ന പേരാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. അവനവനെ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തവന് ഒന്നിനെയും നേടാനോ ഒന്നിനെയോ നഷ്ടപ്പെടുത്താനോ പറ്റില്ല. രണ്ടും പറ്റില്ല. ഒന്നിനെയും നേടാനോ ഒന്നിനെയോ നഷ്ടപ്പെടുത്താനോ സാധിക്കുന്നില്ല. ചിലത് നഷ്ടപ്പെട്ടാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല, ചിലവ് നേടിയാൽ അവർ അറിയുന്നുമില്ല എന്നുള്ളതാണ് സ്വയം സെൽഫ് അവെയർനെസ്സിനെ പറ്റി പറയാനുള്ളത്. സ്വയം ബോധമില്ലാത്ത, അത് ഏറ്റവും പ്രധാനപ്പെട്ട പടി എന്ന് പറയുന്നത്. മാറ്റം ഉണ്ടാവണമെങ്കിൽ, ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ പടി എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ അറിയാൻ സാധിക്കുക എന്നതാണ്.
എന്താണ് നമ്മളെ അറിയാൻ സാധിക്കുക? അങ്ങനെ ചോദിച്ചാൽ സാറേ എന്തിപ്പോ എന്നെ അറിയാൻ പറ്റും, ഞാനിതാണല്ലോ, ഞാൻ രാധാചന്ദ്രനാണല്ലോ, ഞാൻ രമാവിശ്വനാണല്ലോ എന്ന് പറയുന്നതല്ല അവനവനെ അറിയുക എന്ന് പറയുന്നത്. പിന്നെയോ എന്റെ ശക്തി എന്താണ്, എന്തൊക്കെ കഴിവുകൾ എനിക്കുണ്ട് എന്ന് അറിയുക, സ്വയം അറിയുക, മറ്റൊരാളല്ല. ഒരാളോട് പോയിട്ട് ചോദിക്കുകയാണ് എന്റെ ശക്തി എന്താണെന്ന്. ഞാൻ പണ്ട് ചോദിച്ചിരുന്നു, ഞാൻ പണ്ട് ചോദിച്ചു, നിങ്ങൾ പറയാൻ പറ്റും എന്നിൽ നിങ്ങൾക്കല്ല എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ സ്വഭാവം എന്താണ്? ഞാൻ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പൊ ആൾക്കാർ പറയും അങ്ങനൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്കൊന്നും നല്ല സ്വഭാവമില്ല. ഞാൻ എന്റെ അനുഭവത്തിൽ പറയാം. അപ്പോ അങ്ങനെയല്ല, നമ്മുടെ ശക്തി എന്താണെന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കണം. ഇപ്പൊ എനിക്ക് എന്തൊക്കെയാണ് കഴിവുകൾ ഉള്ളത്, അല്ലെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ശക്തി എഴുതി വെച്ചോളൂ നിങ്ങൾ. ആദ്യം നിങ്ങൾ ഉണ്ടാവേണ്ടത്, ഈ ക്ലാസ് തുടങ്ങുന്ന എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് സ്വന്തം ശക്തി എന്താണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം. സോ അത് നിങ്ങൾ ഒരു പെന്നും പേപ്പറും എടുത്ത് താഴെ എഴുതി വെക്കണം. ദിസ് ആർ മൈ സ്ട്രെങ്ത് ആൻഡ് എബിലിറ്റീസ് എന്ന് എഴുതി വെക്കാൻ നിങ്ങൾക്ക് പറയണം. അത് തിരിച്ചറിയാൻ കഴിയണം. ഇത് പറ്റാത്തവന് ഈ പറഞ്ഞ ക്ലാസ്സുകളൊന്നും പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല എന്നൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അതൊന്ന് അവരവരെ ആദ്യത്തെ പടി കടന്നേ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എന്റെ ഡ്രോബാക്സുകൾ, എന്റെ ബലഹീനതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കേട്ടാൽ, എന്തൊക്കെ സംഭവിച്ചാൽ, എവിടേക്ക് പോയാൽ, എന്തൊക്കെ സംഭവിച്ചാൽ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ബലഹീനത എന്താണ് എന്ന് മനസ്സിലാക്കണം. ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി അത് കഴിഞ്ഞ ഉടനെ തന്നെ വരുന്ന കാര്യമാണ്, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഒരു പ്രാവശ്യം ചെയ്തു വെച്ചാൽ മതി, പിന്നെ എപ്പോഴും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒറ്റ പ്രാവശ്യം ചെയ്തു വെച്ചാൽ മതി. ഇത് എനിക്ക് പിന്നെയുള്ളത് നമുക്ക് ആഡ് ഓൺ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ ഫണ്ടമെന്റൽ ആയിട്ട് ചെയ്തു വെക്കേണ്ട ഒന്നാമത്. പിന്നെ നിങ്ങൾ എന്താണ് എനിക്ക് നേടേണ്ട മൂല്യം, ആ വാല്യൂ എന്താണ് നേടേണ്ടത് എന്ന് നമ്മൾ തീരുമാനിച്ചു വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എന്തിനെയാണ് വിശ്വസിക്കുന്നത്, എന്തിലാണ് വിശ്വസിക്കുന്നത്? ഒരു നല്ല ആളായി മാറണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എന്താണ്? പണക്കാരനാവുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ വലിയ ബിസിനസ് ചെയ്യുന്നത് എനിക്ക് നല്ലതല്ല, അല്ലെങ്കിൽ ആൾക്കാരോട് അകലം പാലിക്കുന്നത് എനിക്ക് നല്ലതല്ല, ഒറ്റയ്ക്കിരിക്കുന്നത് എനിക്ക് നല്ലതല്ല, അല്ലെങ്കിൽ ശിവഭഗവാനെ ആരാധിക്കുന്നത് എനിക്ക് ശരിയാവില്ല. അങ്ങനെ ഞാൻ ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ വിശ്വാസങ്ങൾ ഉണ്ടാവും. ആ വിശ്വാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. കാരണം ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് വിശ്വാസത്തിൽ അടിസ്ഥാനമായിട്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് കൃത്യമായി. ഇനി നിങ്ങളുടെ ലക്ഷ്യം പിന്നെ വരുന്നതാണ്, എന്താണ് നിങ്ങൾക്ക് നേടേണ്ടത്, വാട്ട് ഈസ് യുവർ ഗോൾ, ലക്ഷ്യം എന്താണ് എന്ന് നിങ്ങൾ, അതായത് ജീവിതത്തിൽ നിങ്ങൾ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നു, എവിടെ എത്താൻ ആഗ്രഹിക്കുന്നു. ഇതില്ലാത്തവർക്ക് ഈ പരിപാടിയൊന്നും ആവശ്യമില്ല. കാരണം എന്താണ്, പിന്നെ അവർക്ക് 48 മണിക്കൂറിൽ മാറ്റം വരാനുള്ളത്. ഒരു മാറ്റം വരണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ലക്ഷ്യമാണ് ഉണ്ടാവേണ്ടത്, ജീവിതത്തിൽ നിങ്ങൾ എവിടെ എത്താൻ ആഗ്രഹിക്കും, ഈ 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തിയേ പറ്റൂ. ഇത് മറ്റൊരാൾക്ക് നിങ്ങൾക്ക് കണ്ടെത്തി തരാൻ സാധിക്കില്ല, ഒരാൾക്കും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ആളും വ്യത്യസ്തരാണ്. ഈ വ്യത്യസ്തത നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഇതൊന്ന് ആദ്യം സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഞാൻ 48 മണിക്കൂർ ചെയ്യേണ്ട കാര്യങ്ങളെ മാത്രം പറഞ്ഞു. ഇത് നിങ്ങളായിട്ട് ഉണ്ടാക്കേണ്ടതാണ്, എഴുതി വെക്കുക. അതിന് നിങ്ങൾ സമയം ചെലവഴിച്ചേ പറ്റുള്ളൂ, വേറെ വഴികളില്ല. ഇതില്ലാതെ നിങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചിലപ്പോൾ റിസൾട്ട് കിട്ടുമായിരുന്നു, പക്ഷെ എനിക്ക് അതറിയില്ല. ഇനി 48 മണിക്കൂർ എന്താണ് നിങ്ങൾ ചെയ്യുക, എങ്ങനെയാണ് മാറ്റം ഉണ്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ ദിവസം രാവിലെ, നമ്മളെപ്പോഴും രാവിലെയാണല്ലോ എല്ലാത്തിനും തുടക്കം കുറിക്കുന്നത് രാവിലെ. അപ്പൊ ചോദിക്കുന്നത് വൈകിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വൈകിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ സാധാരണ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ഒരു ദിവസം തുടങ്ങുന്നതെന്ന് പറയണേ. അത് അല്ലാത്തവന് വൈകിട്ടും ചെയ്തോളൂ. കഴിഞ്ഞ പ്രാവശ്യം ഇത് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, സാറേ എന്റെ രാവിലെ എന്ന് പറയുന്നത് രാത്രി ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്, 10 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്, അപ്പൊ എനിക്ക് രാവിലെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉത്തരവില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അത് രാവിലെ എന്ന് മാത്രം ഇവിടെ പറയുന്നു. അതിന്റെ അർത്ഥം നിങ്ങൾ ഉറക്കം എഴുന്നേറ്റ് ഒരു ദിവസത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് നേരം വരെ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെക്കണം. അത് രാവിലെ മെഡിറ്റേഷൻ, എന്താ പറയുക, മറ്റെന്ത് ദിനചര്യ ഉണ്ടെങ്കിലും ഇതൊന്ന് മാറ്റിവെക്കുക. എന്താണ്? ഒന്നാമത്തെ ദിവസം മാറ്റത്തിന് തുടക്കമിടുക എന്നുള്ളതാണ്. നിങ്ങൾ മാറാൻ, നിങ്ങൾക്കൊരു അത്ഭുതം സംഭവിക്കാൻ, ഒരു മാറ്റം ഉണ്ടാവാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രക്രിയ. അപ്പോൾ രാവിലെ ഉണരുമ്പോൾ നേരെ പോയിട്ട് ശാന്തമായ ഒരു സ്ഥലത്തിരിക്കുക. അവിടെ മൊബൈലോ ടിവിയോ ഫോണോ ഒന്നും ഉപയോഗിക്കാതെ സ്വസ്ഥമായി ശാന്തമായി ഒരു സ്ഥലത്തിരിക്കുക. ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അപ്പോഴേക്കും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ മറ്റു തിരക്കുകളെ പറ്റിയുണ്ട്. കിച്ചണിൽ എന്താണ് ചെയ്യേണ്ടത്, കടല വെള്ളത്തിലിട്ടോ, കടല പൊരിച്ചോ, അല്ലെങ്കിൽ കുക്കറിൽ വെച്ചോ, ഇതൊക്കെ ഓർത്തുകൊണ്ടാണോ, അല്ലെങ്കിൽ മരുമകൾ എഴുന്നേറ്റോ, മകൾ എഴുന്നേറ്റോ,
ഇതൊക്കെ ഓർത്തുകൊണ്ട് എഴുന്നേക്കുന്ന ഒരാൾക്ക് ഈ പരിപാടി പറ്റിയതല്ല. എഴുന്നേറ്റിട്ട് സ്വസ്ഥമായി അത് ബെഡിൽ തന്നെ ഇരുന്നാലും കുഴപ്പമില്ല, കൃത്യമായി എഴുന്നേറ്റിരിക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഫുള്ളി ബ്രീത്തിങ്. എങ്ങനെയാണ് ശ്വാസം എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം, അതും കൂടി കാണിച്ചു തരാം. പറ്റുമെങ്കിൽ ഇതൊരു ഇതാക്കിയിട്ട് തന്നെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ആക്കിയാണ് ദിവസവും ചെയ്യേണ്ട പ്രാർത്ഥന. പക്ഷെ പറ്റുമെന്നറിയില്ല, നിങ്ങൾക്ക് ആഗ്രഹമാണെങ്കിൽ ചെയ്തു തരാം. നമുക്ക് നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ്, നിങ്ങൾ കൈ എടുത്തിട്ട് ലെഫ്റ്റ് റൈറ്റ് ഏത് കൈ എടുത്തിട്ട് വയറിൽ കൃത്യമായി പിടിക്കുക. നിങ്ങളുടെ ഡ്രസ്സിനകത്തേക്ക് കൈയിട്ട് വയറിനെ കൃത്യമായി ഒന്ന് തൊടുക. വയറിൽ തന്നെ കൈ വെച്ച് പിടിക്കുക. എന്നിട്ട് ശ്വാസം ഫുള്ളായിട്ട് അകത്തോട്ട് എടുക്കുക. അതായത് മാക്സിമം നിങ്ങൾ 1, 2, 3, 4 എണ്ണുന്നത് വരെ ശ്വാസം അകത്തോട്ട് എടുക്കുക. ചെറിയ ശ്വാസമല്ല, ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് ശ്വാസം കഴിക്കുക എല്ലാവരും അല്ലെ, ഇത്രയേ ഉണ്ടാവുള്ളൂ. അതല്ല, കൃത്യമായി വയറ് കൈ വെച്ചിട്ട് വയറ് ശരിക്കും വികസിക്കുന്ന മുമ്പിലോട്ട് ശ്വാസം അകത്തോട്ട് എടുക്കുമ്പോൾ വയറ് മുമ്പോട്ട് പൊങ്ങി വരണം, മാക്സിമം പൊങ്ങി വരണം. അപ്പൊ അത്രയും സമയം ശ്വാസം അകത്തോട്ട് എടുക്കുക. എടുത്തതിന് ശേഷം 8 എണ്ണുന്നവരെ 1, 2, 3, 4, 5, 6, 7 8 എണ്ണുന്നവരെ ആ ശ്വാസത്തെ പിടിച്ച് അങ്ങനെ നിർത്തുക. നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ 4, 6 എണ്ണുന്നത് വരെ പുറത്തോട്ട് വിടുക. 1, 2, 3, 4, 5, 6 ഇത്രയും സമയം പുറത്തോട്ട് വിടുക. ഇങ്ങനെ ഇത് 5 തവണ ചെയ്യണം, കുഞ്ഞാതെ 5 തവണ. വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തോളൂ, ഞാൻ കാണിച്ചു തരാം. എണ്ണി എടുക്കുന്ന അത്രയും സമയം എടുക്കണം, കുറക്കരുത്, പിശുക്കത്തരം കാണിക്കരുത്. ഏറ്റവും പിശുക്കത്തരം കാണിക്കുന്ന സ്ഥലമാണ് ശ്വാസോച്ഛ്വാസത്തിൽ. മറ്റ് പൈസ കൊടുക്കുന്നതിൽ പോലും ഇത്ര പിശുക്കത്തരം കാണിക്കാറില്ല. ഇത് എടുക്കുന്നതിൽ ഭയങ്കര പിശുക്കത്തരായിരിക്കും, പിടിച്ചു നിൽക്കുന്നതിൽ അതിനേക്കാളും പിശുക്കത്തരായിരിക്കും, വിട്ടുകൊടുക്കുന്നതിൽ അതിനേക്കാളും പിശുക്കത്തരം. ഇതിന് മറ്റൊരു രീതിയിൽ പറയാം, ശ്വാസം എടുക്കാൻ പിശുക്ക് കാണിക്കുന്നയാൾക്ക് കാശ് വരാൻ ഭയങ്കര പിശുക്കായിരിക്കും. ഇത് കണക്റ്റഡ് ആണ്, ഇത് ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കിക്കോളൂ, ഇത് സത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ശ്വാസം എടുക്കാൻ പിശുക്ക് കാണിക്കുന്നവർക്ക് പൈസ വരാൻ ഭയങ്കര പിശുക്കായിരിക്കും. ശ്വാസം പിടിച്ചു നിൽക്കാൻ പിശുക്കത്ത് കാണിക്കുന്നവർക്ക് പൈസ കയ്യിൽ നിൽക്കാൻ ഭയങ്കര പിശുക്കത്തരായിരിക്കും. നോക്കിക്കോ, ഇതൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. മൂന്നാമത്തെ കാര്യം, വിട്ടുകൊടുക്കാൻ അല്ലെ, ഇങ്ങനെ വിട്ടുകൊടുക്കുന്ന ആൾക്ക് അതേപോലെ പൈസ പോവുകയും ചെയ്യും. പതുക്കെയാണ് വിട്ടുകൊടുക്കുന്നതെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇത് സംഭവിക്കുന്നത്. ഒന്ന് എഴുതി വെച്ചു, ഈ ഭാഗം നിങ്ങൾ എഴുതി വെച്ചോ, എന്നിട്ട് സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ശരിയാണോ തെറ്റാണോ എന്ന്. ഞാനിത് കൃത്യമായി മനസ്സിലാക്കി പറഞ്ഞതാണ്. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഇതൊന്ന് ഈ ആദ്യത്തെ ദിവസം പ്രാക്ടീസ് ചെയ്യാം. ചെയ്തതിന് ശേഷം അത്രേ ഉള്ളൂ. ചെയ്തതിന് ശേഷം ശ്വാസം കൃത്യമായി ചെയ്തതിന് ശേഷം ഈ ശ്വാസം പുറത്തോട്ട് പോകുമ്പോൾ നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ മനസ്സ് വിചാരിക്കേണ്ടത്, എന്നിലുള്ള നെഗറ്റീവ് ചിന്തകളെയും അവിശ്വാസങ്ങളെയും എല്ലാം പുറത്തോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ശ്വാസം 6 വരെ പറഞ്ഞില്ലേ, 6 എണ്ണുന്നത് വരെ പോകണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ നമ്മുടെ എന്റെ നെഗറ്റീവ് ചിന്തകളെയൊക്കെ ഞാൻ വിട്ടുകൊടുക്കുന്നു, എന്നിലുള്ള അവിശ്വാസങ്ങളെയൊക്കെ ഞാൻ ഒഴിവാക്കുന്നു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം ഈ ശ്വാസോച്ഛ്വാസത്തെ കൺട്രോൾ ചെയ്യാനായിട്ട്. ഇതൊരു 5 തവണയോ 10 തവണ പറ്റുന്ന സമയം ഉണ്ടെങ്കിൽ 10 പ്രാവശ്യം ആവശ്യമുള്ളൂ. അല്ല, സമയമില്ലാത്ത ആൾക്കാണെങ്കിൽ മിനിമം 5 തവണ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏതാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം, നിങ്ങളുടെ ദൈവം ഏതാണോ ആ ദൈവത്തെ മനസ്സിൽ വിചാരിക്കുക. അത് ഓരോ ആൾക്കും ഓരോന്നായിരിക്കും. ഒരാള് ഇന്ന് ദൈവം എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ദൈവത്തെ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രപഞ്ച സത്യങ്ങൾക്കാണ് പ്രപഞ്ച സത്യം എന്താണോ ആരാണോ അതിനെപ്പറ്റി നിങ്ങൾ വിശ്വസിക്കുക. ആ ദൈവത്തിനോട് കൈകൂപ്പി പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയോട് മനസ്സ് തുറന്നുകൊണ്ട്, മനസ്സിൽ നിന്നും മനസ്സിന്റെ അകത്ത് നിന്നും എന്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് ഞാൻ സജ്ജനാണ്, എനിക്ക് സമാധാനവും സന്തോഷവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്താണ് പ്രാർത്ഥന? എന്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് ഞാൻ സജ്ജനാണ്, ഞാൻ റെഡിയാണ്, എനിക്ക് സമാധാനവും സന്തോഷവും നൽകണമേ എന്ന് ആ ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എന്റെ എല്ലാ ഭയങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇത് കൃത്യമായി പ്രാർത്ഥന ഇങ്ങനെ തന്നെ ആയിരിക്കണം പ്രാർത്ഥന, മറ്റൊന്നും. ഇത് എല്ലാം കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി പറയുന്ന വാക്കാണ്. എന്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് ഞാൻ സജ്ജനാണ്, എനിക്ക് സമാധാനവും സന്തോഷവും നൽകണമേ എന്ന് പറയുക. എന്റെ എല്ലാ ഭയങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇത് പ്രാർത്ഥിക്കുക. മാക്സിമം നിങ്ങൾ എടുത്താൽ 1 മിനിറ്റ് 2 മിനിറ്റ് സമയം എടുക്കും, ഇത്രയേ ഉള്ളൂ. അതിനുശേഷം അഫർമേഷൻസ് ആണ്. അഫർമേഷൻ പറയുക. ഒന്നുകിൽ ഉറക്കെ പറയാം, അല്ലെങ്കിൽ മനസ്സിൽ ആവർത്തിച്ച് പറയാം. ഇത് ഏത് സാഹചര്യം, ബെഡ്റൂം നിന്നാവാം, പൂജാ റൂമിൽ നിന്നാവാം, എവിടെയാണോ നിങ്ങൾക്ക് സൗകര്യം അവിടെ ഇരുന്ന് ചെയ്യാവുന്ന കാര്യമാണ്. പറയുക, എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു,
എനിക്ക് എല്ലാ നല്ല കാര്യങ്ങളും ആകർഷിക്കാൻ കഴിയുന്നു. എനിക്ക് എല്ലാ നല്ല കാര്യങ്ങളും ആകർഷിക്കാൻ കഴിയുന്നു. ഞാൻ ശക്തിയും സ്നേഹവും സന്തോഷവും നിറഞ്ഞവനാണ്, അല്ലെങ്കിൽ അവളാണ്. ഞാൻ ശക്തിയും സ്നേഹവും സന്തോഷവും നിറഞ്ഞവളാണ്, അല്ലെങ്കിൽ അവനാണ്. ഏതാണോ അവരവര്. 4 ഉള്ളൂ. ഞാൻ ഓരോ നിമിഷവും ഞാൻ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ 4 അഫർമേഷൻസ് നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കഴിയുമെങ്കിൽ ഒരു 4 തൊട്ട് 5 മിനിറ്റ് നേരം റിപ്പീറ്റഡായി പറയുക. എത്ര സമയം എടുക്കും അത്രയും സമയം നിങ്ങൾക്ക് നല്ലതാണ്. ഞാൻ മിനിമം പറഞ്ഞത് 3 തൊട്ട് 5 മിനിറ്റ് വരെ സമയം. എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. എനിക്ക് എല്ലാ നല്ല കാര്യങ്ങളും ആകർഷിക്കാൻ കഴിയുന്നു. ഞാൻ ശക്തിയും സ്നേഹവും സന്തോഷവും നിറഞ്ഞവനാണ്. ഓരോ നിമിഷവും ഞാൻ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ അഫർമേഷൻസ് നിങ്ങൾ പറയുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജീവിതത്തിൽ എന്താവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഇപ്പോൾ ആഗ്രഹിച്ചത്, മാറ്റമുണ്ട്, അത്ഭുതമായ ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് എന്താണ് ഉണ്ടാവേണ്ടതെന്നുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. ആ സംഭവത്തെ, ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മാറ്റത്തെ കണ്ണടച്ചിരുന്ന് സങ്കല്പിക്കുക. നിങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നത് അത് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. ഈ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ അനുഭവിച്ചറിയുക എന്നുള്ള ഇത് കണ്ണടച്ചിരുന്ന് 5 മിനിറ്റ് ഇത് എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് സംഭവിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഇത്ര മാത്രമാണ് രാവിലത്തെ ഒരു പരിപാടി. അത് കഴിഞ്ഞിട്ട് ആ സാധനത്തെ അവിടെ തന്നെ വിട്ടുകൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ വർക്കിലേക്ക് പോവുക. എന്താണ് വർക്ക്, പിന്നെ നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട. നിങ്ങൾ കഴിയേണ്ട പ്രൊസീജിയർ കഴിഞ്ഞു, അങ്ങ് പൊക്കോളാം. അതിന് കഴിഞ്ഞ് ഉച്ചയ്ക്ക് രണ്ടാമത്തെ പരിപാടി, ഉച്ചയ്ക്ക് ഭക്ഷണം അല്ലെ, ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കുമല്ലേ, ഭക്ഷണം കഴിക്കാത്തവരാരുണ്ടല്ലോ. ഭക്ഷണത്തെ പറ്റി എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. കഴിക്കേണ്ട സമയം പോകാന്ന് ഓർമ്മയുണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ്, ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് ഒരു 5 മിനിറ്റ് നേരം മാത്രമേ ഇതിനെടുക്കുള്ളൂ. 5 മിനിറ്റ് ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ്, കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 2 മിനിറ്റ് നേരം വീണ്ടും ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിക്കുക. ശ്രദ്ധയോടെ ശ്വാസോച്ഛ്വാസം കഴിക്കുക. ശ്വാസം അകത്തോട്ട് പോകുന്നതും പുറത്തോട്ട് വരുന്നതും ശ്രദ്ധയോടെ അറിഞ്ഞിരിക്കുക. അങ്ങനെ ശരീരം പൂർണ്ണമായി സ്വസ്ഥമാകുന്നത് വരെ ഒരു 2 മിനിറ്റ് മാത്രം കൊണ്ട് അല്ലെ, ബ്രീത്ത് ഔട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് സ്വസ്ഥമാകും. അത് ശരീരം കൂളായി മാറാനായിട്ട് ചെയ്യുക. അവിടെ ചെയ്യുമ്പോൾ ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ടെൻഷൻ എപ്പോഴുണ്ടെങ്കിലും അതൊക്കെ വിട്ടുകൊടുക്കുന്നു, നെഗറ്റീവ് ചിന്തകളൊക്കെ വിട്ടുകൊടുക്കുന്നു. ഇതെല്ലാം ശ്വാസത്തിലൂടെ പുറത്തു പോകുന്നതായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ട് ഇരിക്കുക. എന്നിട്ട് അഫർമേഷൻസ് ഉറക്കെ നമുക്ക് പിന്നെ അഫർമേഷൻ മനസ്സിൽ കാണുക. എന്റെ ജീവിതത്തിൽ ഇതാ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അഫർമേഷൻ എഴുതി വെച്ചോളൂ, ചെക്കിൽ പറയേണ്ടത്. എന്റെ ജീവിതത്തിൽ ഇതാ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. എനിക്ക് എല്ലാ നല്ല കാര്യങ്ങളും ആകർഷിക്കാൻ കഴിയുന്നു. ഞാൻ ശക്തിയും സ്നേഹവും സന്തോഷവും നിറഞ്ഞവനാണ്. ഈ നിമിഷം ഞാൻ മെച്ചപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ 4 അഫർമേഷൻസ് പറയുക. വളരെ ലളിതമാണ്, എഴുതി വെച്ചോളൂ ഒരു സ്ഥലത്ത്. എന്റെ ജീവിതത്തിൽ ഇതാ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. എനിക്ക് എല്ലാ നല്ല കാര്യങ്ങളും ആകർഷിക്കാൻ കഴിയുന്നു. ഞാൻ ശക്തിയും സ്നേഹവും സന്തോഷവും നിറഞ്ഞവനാണ്. ഈ നിമിഷം ഞാൻ മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക. ജസ്റ്റ് ലീവ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. ഇത്രയും ചെയ്യുക. ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ വഴിക്ക് പോവുക, അടുത്ത ജോലിക്ക് പോവുക. കഴിഞ്ഞു രാവിലെ ഉച്ചക്കത്തെ പരിപാടി. ഇനി വൈകുന്നേരം ഒരു ചായ കുടി പരിപാടി എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. വൈകിട്ട് ചായ കുടി ഉള്ളവർക്ക്, ഇല്ലാത്തവർക്ക് ഒരു വെള്ളം കുടിക്കുന്ന പരിപാടി. ആ സമയം സെറ്റ് ചെയ്തെന്ന് പറഞ്ഞുള്ളൂ. ചായ കുടിക്കുന്നവർ കുടിക്കാം, ഇല്ലാത്തവർ കുടിക്കാം. ആ സമയത്ത് നിങ്ങൾ എടുക്കേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം മതി. ഒരു ഗ്ലാസ് വെള്ളം കയ്യിലെടുക്കുക. ഏതാണോ ചായ കുടിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്ത് നിങ്ങൾ ചായ കുടിക്കുന്നതിന് കുഴപ്പമില്ല, വെള്ളം കുടിക്കുന്ന സമയത്ത് തന്നെ പറയാം. ലളിതമായി പറഞ്ഞ വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കയ്യിലെടുക്കുക. വെള്ളം എടുത്തതിന് ശേഷം നിങ്ങൾ കൃത്യമായി നേരത്തെ പറഞ്ഞ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ബ്രീത്ത് സ്വന്തമായി നല്ല മനസ്സിനെ സമാധാനപ്പെടുത്താനായിട്ട് എല്ലാ തിരക്കുകളും ഒഴിച്ച് ക്ഷമയോടെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ കാര്യം, നിങ്ങൾ എന്താണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് സന്തോഷമാണോ, സങ്കടമാണോ, ദുഃഖമാണോ, എന്താണ് നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരുന്നത്, ആ കാര്യത്തെ മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതുവരെ നടന്ന നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക, ഉറപ്പാണ്. ആ നല്ല കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഈ വെള്ളം കയ്യിൽ പിടിച്ച് നന്ദി പറയുക. താങ്ക് യു, എനിക്ക് നല്ല കാര്യങ്ങൾ സംഭവിച്ചതിന് നന്ദി എന്ന് പറയുക. വളരെ നന്ദിയോടെ, സ്നേഹത്തോടെ ആ വെള്ളം മുഴുവൻ കുടിക്കുക. ആ വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ കൃത്യമായി അത് മാത്രം ചെയ്തിട്ട് വെക്കുക. പിന്നെ ചായ കുടിക്കുന്ന വെച്ചാൽ അതൊക്കെ നിങ്ങൾ അതിന്റെ അടുത്ത് ചെയ്തോളൂ. പക്ഷെ ആ ഒരു ഗ്ലാസ് വെള്ളം, അത് ചോദിക്കേണ്ട കുപ്പി ഗ്ലാസ്സിൽ വേണോ, സ്റ്റീൽ ഗ്ലാസ്സിൽ വേണോ, മഗ്ഗിൽ വേണോ, ഇതൊന്നും ചോദിക്കേണ്ട. എന്തിലായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വെള്ളം കയ്യിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയ കാര്യമാണ്. വൈകുന്നേരം ചിലപ്പോൾ പുറത്തൊക്കെ പോയി ജോലി ചെയ്തിട്ട് വരുമ്പോഴൊക്കെ ആയിരിക്കും. ഇപ്പോൾ വണ്ടി ഓടിച്ചിട്ടാണ് വരുന്നതെങ്കിൽ വണ്ടിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ബോട്ടിൽ എടുത്തിട്ട് വണ്ടി ഓടിക്കുന്നിടത്ത് തന്നെ ഒന്ന് സൈഡിൽ നിർത്തിയിട്ട് അതൊന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് കുടിച്ചോളൂ.
ഇത് കൃത്യം. ഇനി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വീണ്ടും ബെഡിൽ പോയി കിടക്കുന്നതിന് മുമ്പ് ഫോണുകളെല്ലാം മാറ്റിവെക്കുക, എല്ലാ ഡിസ്ട്രാക്ഷനും പോവുക. നിങ്ങൾ ബെഡിൽ പോകുന്നതിന് 10 മിനിറ്റ് 15 മിനിറ്റ് മുമ്പേ ബെഡിൽ പോയിരിക്കുക. പകൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിൽ നിന്നും ഒഴിവാക്കുന്നതായി മനസ്സിലാക്കിക്കൊണ്ട് ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക. ശ്വാസോച്ഛ്വാസം എടുക്കുമ്പോൾ ഇന്ന് സംഭവിച്ച വേണ്ടാത്തത് എല്ലാ കാര്യങ്ങളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കുന്നു, കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ അപ്പ് ആക്കുന്നു, മനസ്സിനെ സ്വസ്ഥമാക്കുന്നു, മനസ്സിലെല്ലാം പുറന്തള്ളുന്നതായിട്ട് മനസ്സ് ചിന്തിച്ചുകൊണ്ട് ശ്വാസോച്ഛ്വാസം നേരത്തെ രാവിലെ പറഞ്ഞ പോലെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് പുറന്തള്ളുക. ശരീരത്തിലെല്ലാം ഉള്ള വൈകിട്ട് വരെയുള്ള വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറെ ഇതൊക്കെ ഉണ്ടാകും, ഇതെല്ലാം ഒന്ന് വിട്ടുകൊടുത്ത് ശരീരത്തെ പൂർണ്ണമായി ശീലം നല്ല ഉറക്കാണല്ലോ, നന്നായിട്ട് ഉറക്കം വന്നോ. അപ്പോ ഇത് കൃത്യമായി ചെയ്യുക. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം കൃത്യമായി ശ്വാസത്തോട്ട് എടുക്കുകയും അന്നത്തെ ദിവസത്തെ നടന്നതെല്ലാം വിട്ടുകൊടുക്കുകയും ചെയ്യുക. നല്ലതായിട്ട് ഇനി ഒന്ന് വീണ്ടും പ്രാർത്ഥനയിൽ മുഴുക, ഒന്ന് പ്രാർത്ഥിക്കുക ദൈവത്തോട്. നാളെ വൈകിട്ടത്തെ പ്രാർത്ഥന ഇങ്ങനെയാണ്: നാളെ എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ ഞാൻ തയ്യാറാണ്, എന്നെ നയിക്കണമേ, എൻ്റെ ലക്ഷ്യങ്ങളിലെത്താൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നാളെ എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ ഞാൻ തയ്യാറാണ്, എന്നെ നയിക്കണമേ, എൻ്റെ ലക്ഷ്യങ്ങളിൽ എത്താൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം അഫർമേഷൻസ് പറയുക: ഞാൻ സമാധാനത്തോടെ കൂടി ഉറങ്ങുന്നു, നാളെ പുതിയ ഊർജത്തോടെ ഉണരുന്നു. അഫർമേഷൻസ് എഴുതിക്കോളൂ: ഞാൻ സമാധാനത്തോടെ ഉറങ്ങുന്നു, നാളെ പുതിയ ഊർജത്തോടെ ഉണരുന്നു. എൻ്റെ ജീവിതം അനുഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു, എൻ്റെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുന്നു എന്ന് 3 അഫർമേഷൻസ് മാത്രം മതി. ഞാൻ സമാധാനത്തോടെ ഉറങ്ങുന്നു, നാളെ പുതിയ ഊർജത്തോടെ ഉണരുന്നു. എൻ്റെ ജീവിതം അനുഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു, എൻ്റെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുന്നു എന്ന് പറയുക. അതിനുശേഷം കണ്ണടച്ച് ബെഡിൽ കിടന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ സഫലമായ ശേഷം നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് ബെഡിൽ കിടക്കുന്നിടത്തിൽ ആലോചിക്കുക. നിങ്ങൾ ഇതെല്ലാം ലഭിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ അനുഭവിക്കുക, എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുക, ഇതൊക്കെ ഒന്ന് ശരിക്കും കാണുക. നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് മനസ്സിൽ കാണുക, ആ സന്തോഷത്തോടുകൂടി സുഖമായി ഉറങ്ങുക. 1ാമത്തെ ദിവസത്തെ പരിപാടി കഴിഞ്ഞു, കൃത്യമായി നമ്മൾ മനസ്സിലാക്കി പോകും. ഇനി 2ാം ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും സെയിം, ആദ്യം ശ്വാസോച്ഛ്വാസത്തിൽ പോവുക. അപ്പൊ ഓരോ ശ്വാസം അകത്തോട്ട് എടുക്കുമ്പോഴും ശുഭപ്രതീക്ഷയോടെയും പുതിയ ഊർജത്തോടെയും നമ്മളിലേക്ക് വരുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ശ്വാസം എടുക്കുക. അല്ലെ, 5 പ്രാവശ്യം ചെയ്തല്ലോ, നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാണ്. പക്ഷെ ശ്വാസം അകത്തോട്ട് എടുക്കുമ്പോൾ പുതിയ ഊർജം നമ്മളിലേക്ക് നിറയുന്നു, ശുഭപ്രതീക്ഷയും ഊർജവും നിറയുന്നു, വേണ്ടാത്തതെല്ലാം വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കുക. ക്ഷമയോടെ ശാന്തമായി ചെയ്യുക, സമയമെടുത്ത്. അതിനുശേഷം പ്രാർത്ഥന പഴയ പോലെ തന്നെ ദൈവിക പ്രാർത്ഥന നടത്തുക. നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നത് ഞാൻ സ്വീകരിക്കുന്നു, എൻ്റെ എല്ലാ വഴികളും എനിക്ക് തുണയായും ദർശിയായും മാറുന്നതിന്, എന്നെ നയിക്കുന്നതിന് നന്ദി എന്ന് ദൈവത്തോട് പറയുക. വാക്കിങ്ങനെയാണ്: നല്ല മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഞാൻ സ്വീകരിക്കുന്നു, എൻ്റെ എല്ലാ വഴികളിലും എനിക്ക് തുണയായും സന്മാർഗദർശിനിയായും മാറുന്നതിനും എന്നെ നയിക്കുന്നതിനും നന്ദി എന്ന് ദൈവത്തോട് പറയുക. കൃത്യമായി പ്രാർത്ഥിക്കുക. അപ്പൊ ലക്ഷ്യങ്ങൾ നേടാൻ ആവശ്യമായ ധൈര്യവും വിവേകവും ചോദിച്ചു തന്നെ പറയുക. എനിക്കത് നേടാൻ ആവശ്യമാണല്ലോ, എനിക്ക് ധൈര്യം. ചിലപ്പോൾ ഓരോ ആൾക്കും ഒരു ലക്ഷ്യമായിരിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത് അതിനെനിക്ക് വേണ്ട ധൈര്യം ഉണ്ടാക്കി തന്നെ എന്നെ അതിൽ നിന്ന് ഉയർത്തണേ എന്നൊക്കെ കൃത്യമായി ദൈവത്തോട് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ വീണ്ടും അഫർമേഷൻ പറയുക: ഞാൻ സ്നേഹിക്കപ്പെടുന്നു, എനിക്ക് കഴിവുണ്ട്. ഞാൻ സ്നേഹിക്കപ്പെടുന്നു, എനിക്ക് കഴിവുണ്ട്. എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ വെല്ലുവിളികളെയും എനിക്ക് അതിജീവിക്കാൻ കഴിയുന്നു. എല്ലാ വെല്ലുവിളികളെയും എനിക്ക് അതിജീവിക്കാൻ കഴിയുന്നു. അതിനുശേഷം നിങ്ങൾ വീണ്ടും സംഭവിക്കാൻ സാധ്യതയുള്ള നല്ല കാര്യങ്ങളെ സങ്കല്പിക്കുക. പുതിയ അവസരമായാലോ, പുതിയ ജോലിയായാലോ, പുതിയ ആൾക്കാരുമായി ബന്ധമായാലോ, പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താണോ അത് കൃത്യമായി ഒന്ന് സങ്കല്പിക്കുക. അങ്ങനെ അങ്ങ് നിൽക്കുക, വിട്ടുകൊടുക്കുക. യു ഗോ ഫോർ യുവർ വർക്ക്. പിന്നെ ഉച്ചയ്ക്ക് വീണ്ടും നേരത്തെ ഇന്നലെ ചെയ്ത പോലെയാണ്, തലേദിവസം ചെയ്ത പോലെ തന്നെ വൈകുന്നേരം തലേദിവസം ചെയ്ത പോലെ ചെയ്യുക. വൈകുന്നേരം വീണ്ടും വന്നതിന് ശേഷം വീണ്ടും മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം ദൈവ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുക: ഈ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കുണ്ടായ നല്ല അനുഭവങ്ങൾക്കും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന നല്ല മാറ്റങ്ങൾക്കും ദൈവികമായി നന്ദി പറയുക. എനിക്ക് ഇന്നലെയും ഇന്നും കൂടി എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അതിനൊക്കെ നന്ദി എന്ന് ദൈവത്തോട് പറയുക. വരാൻ പോകുന്ന മാറ്റം, ഇത് ഇങ്ങനെ സംഭവിച്ചാൽ ഒരു മാറ്റം എനിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടാവില്ലേ, ആ ഉറപ്പിനൊക്കെ നന്ദി പറയുക എന്നുള്ളത്.
എൻ്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന്റെ കയ്യിലാണ്, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, എല്ലാ നിയന്ത്രണങ്ങളും ഞാൻ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു എന്ന് പ്രാർത്ഥിക്കുക. ദൈവമായി പ്രാർത്ഥിച്ചതിന് ശേഷം അല്ലെ വീണ്ടും അഫർമേഷൻ പറയുക, ഞാൻ സുരക്ഷിതനാണ്, എല്ലാം തികഞ്ഞവനാണ്. രണ്ടാമത്തെ രാത്രിയത്തെ അഫർമേഷൻ എഴുതി വെച്ചോളൂ, ഞാൻ സുരക്ഷിതനാണ്, എല്ലാം തികഞ്ഞവനാണ്. എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ തുടരുന്നു എന്ന് കൃത്യമായി പറയുക. അതിനുശേഷം ഒക്കെ വിട്ടുകൊടുക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താവാനാണോ ആഗ്രഹം ഉണ്ടായത്, അത് എങ്ങനെയാണോ നിങ്ങൾക്ക് ലഭിച്ചത്, അത് കൃത്യമായി കണ്ടുകൊണ്ട് ശാന്തമായി ഉറങ്ങുക. പീസ് ഓഫ് മൈൻഡിൽ ഉറങ്ങുക. ജീവിതത്തിൽ 2 ദിവസം കൊണ്ട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. 100% ഉറപ്പാണ്. 110% ഉറപ്പാണ്. ജീവിതത്തിൽ വലിയ മാറ്റം അവിടെ സംഭവിച്ചിരിക്കും. ഇത് ഇനി അതിനുശേഷവും നിങ്ങൾക്ക് തുടരാവുന്നതാണ്. കാരണം ഇതിവിടെ കൊണ്ട് നിൽക്കുന്നതല്ല. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ മുഴുവൻ പ്രക്രിയ ഞാൻ പറഞ്ഞത് പൂർണ്ണ വിശ്വാസമുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. ഇതിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തിട്ട് ഒരു റിസൾട്ടും ഉണ്ടാവില്ല. ഇത് ചെയ്താൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട്, നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ വിശ്വാസമുണ്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ വിശ്വാസമുണ്ട്, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പ്രക്രിയയുടെ പൂർണ്ണമായും വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പിന്നെ രണ്ടാമത്, നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ മാത്രമേ ഇതിന് ഗുണം കിട്ടുള്ളൂ. നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ ദൈവത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ കൈകളിലേക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. ഞാനിത് ആഗ്രഹിച്ചു കഴിഞ്ഞു, എനിക്കിത് കിട്ടുമോ എന്ന് ചോദിച്ച് നടക്കുന്നവന് നടക്കില്ല. ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. സറണ്ടർ ടു യൂണിവേഴ്സ് എന്ന് പറയും. ആ ദൈവത്തിലേക്ക് അത് വിട്ടുകൊടുക്കുക. ഇനിയെല്ലാം അവിടെ. അതാണ് നമ്മുടെ 2020 മെഡിറ്റേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് നൽകുന്നത് നമുക്ക്. കാരണം ഈ സറണ്ടർ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ. സത്യമാണ്. റിസൾട്ട് കിട്ടിയവരൊന്ന് പരിശോധിച്ചാൽ മതി. അവരെല്ലാം അൺകണ്ടീഷണൽ ആയിട്ട് സറണ്ടർ ചെയ്താണ്. ആ വിശ്വാസപ്രകാരം അതിന് സറണ്ടർ ചെയ്യുമ്പോൾ അത് സംഭവിക്കും. അതാണ് എല്ലാ ഈ പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെ ഒക്കെ അൾട്ടിമേറ്റ് അല്ലെ. കോട്ടയിലൊക്കെ പോയി ധ്യാനം ചെയ്ത് വന്നാൽ വലിയ മാറ്റം ഉണ്ടായി എന്നൊക്കെ പറയുന്നത് ഈ സറണ്ടറാണ്. സറണ്ടർ. അപ്പൊ ഇനി അതിനുശേഷം കൺസിസ്റ്റൻസി ആയി ചെയ്യുക എന്നുള്ളതാണ്. അത് 48 മണിക്കൂർ ഒരു തുടക്കം മാത്രമാണ്. ഈ ദിനചര്യ സ്ഥിരമായി ചെയ്യുമ്പോൾ നല്ല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മറക്കാതെ ചെയ്യേണ്ട കാര്യം, പ്രാർത്ഥനയും നമ്മൾ വിഷ്വലൈസേഷനും ഒക്കെ നല്ലതാണ്. പക്ഷെ പ്രവൃത്തികളിലൂടെയാണ്. അതിനെ തത്തുല്യമായ പ്രവൃത്തി ചെയ്യാതെ കണ്ണടച്ചിരുന്ന് ചെയ്യും എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമുക്ക് വേണ്ടതിനുള്ള ആക്ഷൻ നമ്മൾ എടുക്കുക തന്നെ വേണം. പക്ഷെ ആക്ഷനെ ലളിതമാക്കി നമ്മളിലേക്ക് എത്തുന്ന പ്രക്രിയക്കാണ് ഇത് പറഞ്ഞത്. അല്ലാതെ കണ്ണടച്ചിരുന്ന് ഒരു ജോലിക്കും പോവാതെ ഇതൊക്കെ ചെയ്തിട്ട് കാശ് വരുമെന്ന് ആരെങ്കിലും ചിന്തിച്ചു പോയാൽ അതിന് ഉത്തരം ഇവിടെ ഇല്ല. പണിയെടുക്കുക തന്നെ വേണം. പക്ഷെ പണിയെടുത്തിട്ടും നമുക്ക് മനസ്സിന്റെ ഭാരത്തിലാണ് നമുക്ക് വിഷയമുള്ളതെങ്കിൽ അതിനുള്ള മാറ്റത്തിന് മാത്രമേ വഴിയുള്ളൂ. പണിയെടുക്കാതെ കാശുണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോ നിങ്ങൾക്ക് ക്ലാസ് തന്നിട്ടൊന്നും എനിക്ക് കാശുണ്ടാക്കണ്ടല്ലോ അല്ലെ. എനിക്ക് ഇവിടെ ഇരുന്ന് ചെയ്താൽ പോരെ. അപ്പൊ അത് മനസ്സിലാക്കണം നിങ്ങൾ അല്ലേ. എനിക്കിപ്പോ കാശുണ്ടാക്കണമെങ്കിൽ, യൂട്യൂബ് കാശ് തരണമെങ്കിലോ നിങ്ങൾ കാശ് തരണമെങ്കിലോ ഞാനിവിടെ ഇരുന്നിട്ട് ഇതേ പ്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടുമോ? ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇത് സത്യസന്ധമായ ലോക തത്വമാണ്. ആക്ഷൻ എടുക്കണം. ഇതിനനുസരിച്ച് ആക്ഷൻ എടുത്തിട്ട് വലിയ മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ ഭാഗ്യമുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഇതൊരു മെഡിറ്റേഷൻ രൂപത്തിലാക്കിയിട്ട് ഞാൻ തരാൻ പറ്റുമോ നോക്കാം. ഇപ്പൊ നിങ്ങൾ ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്യൂ. എന്നിട്ട് മാറ്റം ഉണ്ടാക്കിയിട്ട് എല്ലാവരും പറയൂ, എനിക്കത് മാറ്റം ഉണ്ടായി, ഈ മാറ്റം ഉണ്ടായി. 48 മണിക്കൂറിനകത്ത് പറഞ്ഞു തരൂ. എന്നിട്ട് നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങൾ. ഇത് മാത്രം ഓർമ്മിച്ചുകൊണ്ട് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടോ 2 മിനിറ്റ് സമയം തരാം. കാരണം സമയമല്ലോ, മറ്റേ ക്ലാസ്സിന് സമയം. മറ്റേ ക്ലാസ് വിഷൻ ബോർഡിന്റെ ക്ലാസ്സിന് സമയമായി. അപ്പൊ താങ്ക് യു ആൾ. ഷീല ഇത്രയും നന്നായിട്ട് നിഖില പറഞ്ഞോ. സാർ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഞാന് സാറിന്റെ കുറെ വീഡിയോസ് ഒരു 21 അഫർമേഷൻസ് ഒരു നോട്ടിൽ എഴുതി വെച്ചിട്ട് ഞാനിപ്പോ കുറെ ദിവസമായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഞാനിത് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, ഭയങ്കര മാറ്റം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. റുട്ടീൻ ആയി കഴിഞ്ഞാല് നല്ലൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് ഇതില്. ഞാനിപ്പോ ഒരു 2 ആഴ്ചയായിട്ട് കറക്റ്റ് ആയിട്ട് രാവിലെ രാത്രി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോ എടുത്ത കുറെ നല്ലതെന്ന് എനിക്ക് തോന്നിയത് ഞാൻ 21 എണ്ണം എഴുതിയെടുത്തതാണ്. നല്ല മാറ്റമുണ്ട് സാർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ, ശരി സാർ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് എല്ലാവരോടും ഒരു താങ്ക്സ് പറയാനാണ്.
ഇപ്പൊ നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിലെ എന്റെ മോൾക്ക് യോഗ ടീച്ചറായിട്ട് സാറ് ഒരു സ്ഥാനം കൊടുത്തു. 4-5 ദിവസം കൊണ്ട് തന്നെ വലിയൊരു മാറ്റം. എന്താ വെച്ചാൽ അവളുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് കിട്ടാൻ ഒരൊറ്റ ദിവസം കൊണ്ട്. ഇന്നലെ അവിടെ പോയി ദൈവദശകത്തിന്റെ ആ യോഗയിലൂടെയാണ് അത് അവതരിപ്പിച്ചത്. അത് ഇന്ന് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് കിട്ടാൻ സാറിന്റെയും യൂണിവേഴ്സിന്റെയും ഇവിടെയുള്ള നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിന്റെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൊടുത്തതിന് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി പറയാണ്. എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഇനിയും അവൾക്ക് ഉണ്ടാവണം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇനിയും സ്ഥിരമായിട്ട് യോഗ പറഞ്ഞു കൊടുക്കാൻ, എല്ലാവർക്കും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അവൾക്കും കൂടെ ഒരു അവസരം ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും അതിനു വേണ്ടി അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നന്ദി, നന്ദി. തീർച്ചയായും അത് ഒരു വാക്കും കൂടി ചേർത്ത് പോകണം. നമ്മൾക്ക് ഇപ്പോൾ ഒരു യോഗ ഒരു ക്ലാസ് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-200 ആൾക്കാരൊക്കെ ഒന്നിച്ച് പങ്കെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു എനർജിയാണ്, വലിയൊരു സംഭവമാണ്. അപ്പൊ ഇത്രയും നല്ലൊരു ടീച്ചറെ, ഒരു ടീച്ചർ എന്നല്ല, ഒരു ഇൻസ്ട്രക്ടറുടെ അടുത്ത് നമുക്ക് അഭ്യസിക്കാൻ പറ്റുന്നതിന് വലിയൊരു അനുഗ്രഹമായി തന്നെ കാണണം. അതുകൊണ്ട് നിങ്ങൾക്ക് യോഗയിൽ ചേരാൻ താല്പര്യമുള്ളവർ വീണ്ടും എത്രയും ഇനിയും ചേരാവുന്നതാണ്. നമ്മൾ വലിയ രീതിയിൽ ഞാൻ അവരോട് പറഞ്ഞിരുന്നു, ആർക്കും ഒരു വലിയ ഇതില്ലാത്ത രീതിയിൽ സ്ലോലി ആണ് സ്റ്റഡി ആക്കി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും വലിയ ഇതൊന്നും ഉണ്ടാവില്ല. ശാരീരിക അസ്വസ്ഥതയും ഇല്ലാത്ത രീതിയിൽ ബ്രീത്തിങ്ങിനും പ്രാണായാമയും പ്രത്യാഹാരയും ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കാനുള്ള രീതിയിലുള്ള ഒരു യോഗ പരിപാടിയാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും അത് പങ്കെടുത്ത ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. യോഗ ഇല്ലാത്തവർക്ക് യോഗമില്ല എന്നാണ് പറയുക. അതുകൊണ്ട് യോഗം വേണ്ടവരാരും യോഗം ചെയ്തേ പറ്റുള്ളൂ. നിർബന്ധമായി ചെയ്യാൻ മടി കാണിക്കരുത്. പലർക്കും മടി എന്ന് വെച്ചാൽ ശാരീരികമായിട്ടുള്ള ഒരു മെരുക്കം നടത്താനാണ് എല്ലാവർക്കും മടിയുള്ളത്. അപ്പൊ അതുകൊണ്ട് വലിയ യോഗം ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ യോഗയിൽ ജോയിൻ ചെയ്യുക എന്ന് എവിടെയാണെങ്കിലും ചെയ്യുക എന്നതാണ് ഒന്നുകൂടി ഓർപ്പിക്കുന്നത്. അപ്പൊ താങ്ക് യു. ഇന്നത്തെ ദിവസം നമുക്ക് വെച്ചാൽ മറ്റേ ക്ലാസ്സിലേക്ക് പോകാണ്ട്. താങ്ക് യു. സംസാരിക്കാൻ പറ്റുമോ? സജിത പെട്ടെന്ന് സംസാരിച്ചോ. സാറേ, ഞാൻ എന്നൊരു ദിവസം സാറിനോട് സംസാരിച്ചായിരുന്നു. അപ്പം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിന്റെ കാര്യം 15 ലക്ഷം രൂപ കൊണ്ട് കടമെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് ഇത് വിൽക്കേണ്ട കാര്യമില്ലല്ലോ, എന്തേലും വഴി നോക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ലീസിന് ആരെങ്കിലും ഒരു 5 ലാഖിന് ഒരു ജൂൺ 30 ഞാൻ എഴുതി വെച്ചത്. ജൂൺ 25 സോറി 10 ആദ്യമേ എഴുതി വെച്ചത്. അപ്പം 10 ഞങ്ങൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്നും ശരിയായില്ല. പിന്നെ ഞാൻ 25 ആക്കി, ജൂലൈ 25 ആക്കി. 2 ദിവസം മുമ്പ് രണ്ടൊരു ഫാമിലി വന്നിട്ടുണ്ട്, അവർക്ക് ലീസിന് വേണമെന്ന് പറഞ്ഞ്. അപ്പം ഒരു 6 ലാഖ് ആണെന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. മിക്കവാറും അത് കിട്ടണേന്ന് എന്റെ പ്രാർത്ഥന ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇതായി പോയി. കാരണം ഞാൻ എഴുതി വെച്ച പോലെ തന്നെ ഒരു ഫാമിലി വന്നു. അത് സാറിന് ഒരുപാട് നന്ദി. ഞാൻ അഫർമേഷൻസ് ഒക്കെ എഴുതുന്നുണ്ട്. കുറച്ച് തിരക്ക് കാരണം ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ലായിരുന്നു. ഇങ്ങോട്ട് ട്രാവലിംഗ് ആയിരുന്നു. ഒരുപാട് നന്ദി സാർ. ഓക്കെ, നല്ല കാര്യം. അപ്പൊ അത് വിൽക്കാതെ തന്നെ കാര്യം ശരിയാവല്ലോ. നല്ലതാണ്, അങ്ങനെ നടക്കട്ടെ കേട്ടോ. അല്ല, വിൽക്കാനല്ല, ലീസിന്. നമ്മൾ ലീസ് ഒറ്റയ്ക്ക് വിൽക്കാതെ തന്നെ കാര്യം, നമ്മുടെ കാര്യം ശരിയാവല്ലോ. നല്ല കാര്യം. അതെ സാറൊന്ന് വിൽക്കരുതെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല ഇതിനെക്കുറിച്ച്, വിൽക്കുന്ന കാര്യത്തെ കുറിച്ച്. അതിന്റെ മൈൻഡ് ഞാനങ്ങ് മാറ്റി. പിന്നെ ഞാൻ എന്റെ പ്രാർത്ഥനയും കാര്യങ്ങളിൽ അഫർമേഷൻ എല്ലാം ഇങ്ങനെ ആയിരുന്നു. ഒരുപാട് നന്ദി, എന്റെ മൈൻഡ് അങ്ങനെ മാറ്റിയതിന് ഒരുപാട് നന്ദി. ഓക്കെ, ശരി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സരിത. താങ്ക് യു. ശരി. അപ്പൊ എല്ലാവരോടും നന്ദി.